ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെന്ററി. ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതാവുന്നത് കൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ പാർട്ട്ണറോ അല്ലെ നമ്മളോ അവർ ഓക്കെ ആണോ എന്ന് ചോദിക്കാതെ പോകുന്നുണ്ട്. അല്ലെ നമ്മൾ ഓക്കെ അല്ലാത്ത സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരാൾ, വെറും ഓക്കെ ആണോ എന്നല്ല. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് പാർട്ട്ണറോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് ചോദിക്കാറ്? നീ ഓക്കെ ആണോ എന്ന് മാത്രമല്ലേ. അപ്പം ഒബ്വിയസ്ലി ഒരിക്കലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ഞാൻ ഓക്കെ അല്ല, എന്തുകൊണ്ടാണ് ഞാൻ ഓക്കെ അല്ലാത്തത് എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പം മറുപടിയായിട്ട് അവരെന്താണെങ്കിലും പറയാൻ പോകുന്നത് ഞാൻ ഓക്കെ ആണ് എന്നുള്ള ഒരു മറുപടിയാണ്. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഓക്കെ അല്ല, എന്തുകൊണ്ടാണ് ഞാൻ ഓക്കെ അല്ലാത്തത് എന്നൊന്നും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് പറയാൻ പോകുന്നില്ല. അതിലുപരി അവർ ഓക്കെ ആണ് എന്നുള്ളൊരു മറുപടി കേൾക്കുന്ന സമയത്ത് അവർ സിൻസിയറായിട്ട് ഓക്കെ ആണ് എന്ന് പറയുകയാണെന്ന് കരുതി മുന്നോട്ടൊന്നും ചോദിക്കാതെ ആ ഒരു കോൺവെർസേഷൻ അല്ലെ ആ ഒരു സംഭാഷണം അവിടെ വെച്ച് നിൽക്കുകയാണ് അല്ലേ. എന്നാൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടിയോ? ആ ഒരു ഉത്തരം കിട്ടിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണറിന് ആവശ്യമായിരുന്ന ആ ഒരു സപ്പോർട്ട് അത് ലഭിച്ചോ? ഇല്ല അല്ലേ. എന്താണ് സംഭവിച്ചത്? ആ ഒരു സംഭാഷണം അവിടെ നിന്ന് പോയതാണ്. ഇത് കുറച്ചുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വീക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് സ്ട്രോങ് ആക്കാം? ഈ ഓക്കെ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ പോലും എങ്ങനെ കുറച്ചുകൂടി നല്ല രീതിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല സ്ട്രെങ്തൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ ഈ ഓക്കെ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുക. ആ ഒരു സമയത്ത് പാർട്ട്ണർ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഉത്തരമേ നൽകാൻ പോകുന്നുള്ളൂ. ആ ഒരു സമയത്ത് അത് കേട്ട് പിന്തിരിയാതെ നീ ഓക്കെ ആവാം, അത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ചോദിച്ചത്, നീ ഓക്കെ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ ഫീലിങ്സിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്, എനിക്ക് അറിയണം എന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ചുകൂടി നിങ്ങളുടെ പാർട്ട്ണറിന് ആ ഒരു പ്രശ്നം എന്താണ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് തോന്നും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മാറും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഈസ് ദ കീ എന്ന് പറയുന്നത് പോലെ ഈ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി നല്ല രീതിയിൽ അടിപൊളിയാക്കാൻ പറ്റണമെങ്കിൽ എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചു പോകുന്നതിലുപരി നല്ല കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ സാധിക്കും. അപ്പം എന്തൊക്കെയാണ് ആ ഒരു ക്വസ്റ്റ്യൻസ് എന്നുള്ളതിന് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് നേരെ അതെന്താണെന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിനക്ക് നിന്നോട് തന്നെ അടിപൊളിയാണ് അല്ലേ? നിന്നെ തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ന് ചെയ്ത കാര്യങ്ങളിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചോദിക്കുമ്പോൾ വലിയൊരു ഫീലൊന്നും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ ഇത് നിങ്ങളുടെ പാർട്ട്ണർ അത്രയിലേറെ സന്തോഷം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കിയേക്കാം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കിയേക്കാം. എങ്ങനെയെന്നല്ലേ? ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നിനക്ക് ഇന്ന് ഇഷ്ടപ്പെട്ട കാര്യം, അല്ലെ നിന്നിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്, അടിപൊളിയായി തോന്നിയ കാര്യം എന്താണ് എന്നല്ലേ. അപ്പം ആ ഒരു ദിവസത്തിൽ എത്ര ബാഡ് ഡേ ആണെങ്കിലും ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഓക്കെ ആവണമെന്നില്ല, എല്ലാ ദിവസവും അടിപൊളിയായിട്ട് പോകണം എന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ബാഡ് ഡേ ആണെങ്കിൽ പോലും അവരിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഇന്ന് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് എന്താണ് എന്നെക്കുറിച്ച് തന്നെ. അപ്പോൾ അവർക്ക് തന്നെ ഈ ഇത്രയും ബാഡായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് ഗുഡ് അല്ലെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് വളർന്നു വരും. അപ്പം അതിലുപരി എന്താണ് നമ്മുടെ റിലേഷൻഷിപ്പിന് ഗുണമുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കിയാലോ. നിങ്ങളുടെ പാർട്ട്ണർ ഒരു നെഗറ്റീവ് മൂഡിൽ ഭയങ്കര തളർന്നിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ മൂഡ് നമ്മളെ കൂടി ബാധിച്ചേക്കാം. നമുക്ക് കൂടി ഒരു നെഗറ്റീവ് വൈബ് വരികയോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു മൂഡിയായിട്ട് മാറുന്നത് കാണാൻ പറ്റും. അതിലുപരി ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ പാർട്ട്ണർ പോസിറ്റീവ് ആവുന്നതോട് കൂടി തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് വൈബ് കയറി വരുന്നത് കാണാം. നിങ്ങൾക്കും ആ ഒരു നെഗറ്റീവ് വൈബ് അനുഭവപ്പെടാതെ ഒരു പോസിറ്റീവ് വൈബിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാലോ. ഞാൻ ഈ അടുത്ത് ചെയ്തതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ
ഞാൻ നിന്നെ പ്രശംസിക്കുന്നുണ്ട് എന്നൊക്കെ തോന്നിച്ച കാര്യം എന്താണ് എന്നുള്ളതാണ്. ചിലപ്പം ഇതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്തോ അല്ലെ നിങ്ങൾക്കോ കുറച്ച് തിരിച്ചറിവുകൾ കിട്ടാൻ ചിലപ്പോൾ സാധിച്ചേക്കാം. തിരിച്ചറിവെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യാതെ പോകുന്ന ചില കാര്യങ്ങൾ എന്താണ് എന്നും അത് എത്രത്തോളം നിങ്ങളുടെ പാർട്ട്ണറിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറെ എത്രത്തോളം അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ സഹായിച്ചേക്കാം. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ, സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കാനുള്ളതാണ്, അല്ലാതെ ഉള്ളിൽ കെട്ടിപ്പൂട്ടി കുറേ കൊണ്ടടക്കുന്നതൊന്നും സ്നേഹമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പോലും സാധിക്കില്ല. നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, അയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെങ്കിൽ എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പുറത്ത് കാട്ടില്ല, ഉള്ളിൽ നല്ല സ്നേഹമാണ്, അതെനിക്കറിയാം എന്ന് പല പാർട്ട്നേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഉള്ളിൽ വെക്കുന്ന സ്നേഹം ഈ പാർട്ട്ണറിന് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതേസമയം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പല സമയത്ത് നിങ്ങളെ പാർട്ട്ണറിനോട് റിമൈൻഡ് ചെയ്യുന്ന സമയത്ത് അത് അത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്ന് എപ്പോഴും കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അതുപോലെ തന്നെ അത് റിമൈൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഉറപ്പ് തോന്നും, എന്ത്, നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് നമ്മളോട് ഇഷ്ടക്കുറവൊന്നും വന്നിട്ടില്ല എന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരെപ്പോഴും പറഞ്ഞാൽ അല്ലെ ബോധിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്കും ഈ ഒരു ഉറപ്പ് അല്ലെ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഫീല് കുറച്ച് അധികം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പ്രശംസ എന്നുള്ളത്. നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് പറയുക, അത് അല്ലാതെ നല്ലതായിരുന്നു പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല അല്ലെ പറയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞു ഉള്ളിൽ തന്നെ വെക്കുന്നതിൽ കാര്യമില്ല. സ്നേഹവും പ്രശംസയും എപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ വാക്കുകളുടെയും നമ്മുടെ പാർട്ട്ണറെ അത് അനുഭവിക്കാൻ പറ്റിയാൽ മാത്രമേ അത് പ്രശംസയും സ്നേഹവുമായി മാറുകയുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളും നിങ്ങളെ പാർട്ട്ണറിന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിൽ പ്രശംസയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ സ്നേഹമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും അഥവാ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതുണ്ട് അല്ലെ നല്ല മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എങ്കിൽ ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മുടെ റിലേഷൻഷിപ്പിൽ നിനക്ക് വളരെയധികം ഭയമുള്ള ഒരു കാര്യം എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് രണ്ട് പാർട്ട്നേഴ്സിനും ഒരുപോലെ പല കാര്യങ്ങൾ ഭയമുണ്ടാകും, അല്ലെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാതിരിക്കാൻ കാരണമാകുന്ന പല കാര്യങ്ങളും അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, അത് അവരെ ഭയപ്പെടുത്തുന്നുണ്ടാകും അല്ലേ. എന്നാൽ നമ്മളത് ചർച്ച ചെയ്യുന്നുണ്ടോ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച്? ഇല്ലല്ലോ. അതവിടെ ഉള്ളിൽ തന്നെ ഭയമായിട്ട് നിലനിന്ന് ഏത് കാലവും അതൊരു ഭയമായിട്ട് ഉള്ളിൽ കിടക്കുകയാണ്. അത് നമ്മുടെ പാർട്ട്ണറിന് നമ്മളുടെ ചില ബിഹേവിയർ പേടിയാണ്, അല്ലെങ്കിൽ അതൊരു നല്ല രീതിയിലേക്ക് മാറില്ല എന്ന് ഭയമുണ്ട് എങ്കിൽ അവർ നമ്മളോട് പറയാത്തിടത്തോളം നമ്മൾ മാറ്റാനും പോകുന്നില്ല. നമ്മുടെ പാർട്ട്ണർ എന്നും ആ ഒരു ഭയത്തോടു കൂടി മുന്നോട്ട് ജീവിച്ചു പോകാനും മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചിലപ്പം പറയാനുള്ള മടി കൊണ്ടോ അല്ലെ ഇതുപോലെ തന്നെ പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്നുള്ള ഒരു ഭയം കൊണ്ടോ ആയിരിക്കും അവർ പറയാതിരിക്കുന്നുണ്ടാവുക. നിങ്ങളിത് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു പറയാൻ പിടിച്ചു വെച്ച കാര്യം അല്ലെ പറയാൻ ഭയന്ന കാര്യം നിങ്ങളോട് പറയാൻ തന്നെ അവർക്ക് തോന്നുകയും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പിൽ ഭയക്കുന്ന ആ ഒരു കാര്യങ്ങൾ അത് മാറ്റാനും റെഡിയാക്കാനും സാധിക്കും. ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയക്കുന്ന കാര്യമാവണമെന്നില്ല നിങ്ങളുടെ പാർട്ട്ണർ ഭയക്കുന്നുണ്ടാവുക അല്ലേ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെർഫെക്റ്റ് അല്ല, ചേഞ്ചസ് ഉണ്ടാകും. അപ്പം ആ ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പം ഇത് സംസാരിച്ചാൽ മാത്രമേ മാറുകയുള്ളൂ, മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഈ ഭയമുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഭയമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അതൊക്കെ ഒഴിവാക്കി ഒരു പോസിറ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോകുന്ന റിലേഷനെ കുറിച്ച് പക്ഷെ ഇങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ തന്നെ വേണം അല്ലേ. എന്നാൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. നിനക്ക് ഈ അടുത്തായിട്ട് നീ ഒറ്റപ്പെട്ടു പോയി അല്ലെ നിനക്കൊരു വിലയില്ല എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ചോദിക്കാൻ ചിലപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഉത്തരം പറയാനും അതുപോലെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ.
അപ്പം നമ്മളൊക്കെ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെയാണ് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറിനെ സംബന്ധിച്ചിടത്തോളം അവരും പല സമയത്തായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ അവരെ വില കുറച്ച് കാണുക, അല്ലെ അവർക്കൊരു വിലയില്ല എന്ന് ഫീൽ ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ അവർ പറയുന്നില്ല, അല്ലെ പറയാൻ അവർക്ക് കഴിയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് അവർക്ക് തോന്നാത്തത് കൊണ്ടാവാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് എന്തും പറയാത്ത ഒരാൾക്ക് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് തോന്നും. അല്ലാതെ നിങ്ങളോട് ഒരു ദിവസം വന്നിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അവർ സംസാരിക്കാതിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് തന്നെ അവരുടെ ഫീലിങ്സ് പുറത്ത് പറയാൻ വേണ്ടി സാധിക്കും. ഏതൊരു സമയത്തും, അതായത് നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്തും നിങ്ങൾക്കും അവർ കൂട്ടിനുണ്ടാവും. ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്കല്ല പ്രശ്നങ്ങളിൽ എന്ന് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ കരയുന്ന സമയത്ത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുക? നമുക്ക് ചാഞ്ഞിരുന്ന് കരയാൻ ഒരു ഷോൾഡർ, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാൻ, നമ്മളെ കേൾക്കാൻ ഒരാളാണ് അല്ലേ? അത് മനസ്സിലാക്കാൻ, അല്ലാതെ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാക്കുന്ന ഒരാളെ അല്ലല്ലോ. അപ്പോൾ ഇത് കേൾക്കാനും ഇത് പറയാനും ഒരാൾ ഉണ്ട് എന്ന് നിങ്ങളുടെ പാർട്ട്ണറിന് തോന്നിക്കണമെങ്കിൽ നിങ്ങളിത് സംസാരിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ അവർക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ അല്ല നിങ്ങളോട് പറയാനും, നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ല എന്ന് അവരോട് പറയാനും ഉള്ള ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ സഹായിക്കും. അതുപോലെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ആക്കാനും ഇതൊരു കാരണമാകാം. എന്നാൽ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചർച്ച ചെയ്യാതെ പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. നമ്മൾ പല കാര്യങ്ങളും റിലേഷൻഷിപ്പിൽ സംസാരിക്കാതെ പോകുന്നുണ്ട്. നമ്മുടെ പാർട്ട്ണർ ഏതൊരു രീതിക്ക് അത് മനസ്സിലാക്കുമെന്ന് ഭയന്നിട്ടോ, അല്ലെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി പ്രശ്നത്തിലേക്ക് പോകുമോ എന്നുള്ള ഭയത്താലോ, അല്ലെങ്കിൽ പറയാൻ നല്ലൊരു സാഹചര്യം കിട്ടാത്തതിനാലോ സംസാരിക്കാതെ പോകുന്ന കുറേ അധികം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ വീക്കാക്കിക്കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കാതെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ള ഭയത്താലാണ്. എന്നാൽ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ സംസാരിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിലും അധികം എത്രയോ കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ പാർട്ട്ണറിനെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ആഴത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും, അഥവാ നിങ്ങളുടെ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിൽ എന്തെങ്കിലും കുറ്റമോ കുറവോ അല്ലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പറയാനും, അതുപോലെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അപ്പം ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ ചിലപ്പം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് മൊത്തത്തിൽ തന്നെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിച്ചേക്കാം. ഈ ഒരു 5 ക്വസ്റ്റ്യൻ തന്നെ ധാരാളമാണ് നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു വീക്കായി പോകുന്നതിൽ നിന്നും അല്ല ഇല്ലാതായി പോകുന്നതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. സോ ക്വസ്റ്റ്യൻ ചോദിക്കുക, എങ്കിലും മാത്രമേ നമുക്ക് ആൻസർ കിട്ടുകയുള്ളൂ. സംസാരിക്കാതെ പോകുന്ന പല കാര്യങ്ങളും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുന്ന പല കാര്യങ്ങളും ഇതുപോലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളിൽ നിന്നും തന്നെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ ഇല്ലാതായി നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും കാരണമാകുന്നത്. ഇതുപോലെ നമ്മൾ പോലും നോട്ടീസ് ചെയ്യാതെ ചോദിക്കാതെ പോകുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളാണ്. സോ ഈ 5 ക്വസ്റ്റ്യനുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആയിട്ട് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, മനസ്സിലാക്കുക, മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോ റിലേഷൻഷിപ്പിലോ എന്തെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഒരാൾ വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ മൈൻഡ് സൂം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.